ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് വന്നിട്ടുള്ളത് മൗലിനോ വില്ലേജിലാണ്. ഇത് ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് എന്നാണ് പറയുന്നത്. ഇത് ദൗക്കിലേക്ക് ഇനിയും കുറച്ചുകൂടെ പോണം. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഗോഡ്സ് ഓൺ ഗാർഡൻ എന്നും അറിയും. ഇത് ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ എൻട്രി പോയിന്റ്. ഇതിന്റെ ഉള്ളില് നമ്മള് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടെന്ന് പറയണത്. പോയിട്ട് നോക്കാം. ഇതാണോ വില്ലേജ്? സ്കൂളിൽ പോകുന്ന സമയം എല്ലാരും നടന്നുകൊണ്ട് ബാഗ് ഇട്ടിട്ട്. ഇത് വീടിന്റെ തൊട്ടപ്പുറത്തെ സ്കൂളിൽ നിന്നുണ്ട് എല്ലാവരുടെയും. കംപ്ലീറ്റ് വില്ലേജുകളാ അല്ലേ? ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കേറി നോക്കൂ. എന്നിട്ട് നമ്മൾ അപ്പുറ സൈഡിൽ നിന്ന് കണ്ടിരുന്നു ഗ്രൗണ്ട് കളിക്കണ. വാ, ഇതൊക്കെ മേലെ ഒരു ഹട്ട് കയറാനുള്ള വലിയ കോണിയുണ്ട. ഇതെനിക്ക് തോന്നുന്നത് ആ ഹോം സ്റ്റേയിലുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ. സ്കൈ വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോണത്. മരത്തിന്റെ മുകളിലേക്കാണ് പോകേണ്ടത്. ഇതാ സ്കൈ വ്യൂ. നമ്മള് സ്കൈ വ്യൂ പോയിന്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് മുള കൊണ്ടുണ്ടാക്കിയ ഒരു ലാഡറാണ്. ഇത് കുറെ നീളത്തിലുണ്ട്. മേലോട്ട് കയറി പോണം. കേറിക്കോ, ഇങ്ങോട്ട് നോക്കിക്കോട്ടെ. ഞാൻ കേറണം. മിന്നൂസ് കേറി, കുഞ്ഞോട്ടനും പിങ്കി ആദ്യം കേറി. എന്റെ ഷൂ ഇങ്ങനെ കേറി പോവാം. ഇതിവിടെ അവസാനിക്കില്ലേ? ബംഗ്ലാദേശ് കാണോ? ബംഗ്ലാദേശ് കാണാന്നൊക്കെയാണ് താഴ്ന്ന് പറഞ്ഞ്. ബംഗ്ലാദേശ് കാണുന്ന താഴ്ന്നൊരു പയ്യൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ബാക്കി മിന്നൂസ് എടുക്കും. ബംഗ്ലാദേശ് ആ ദൂരപ്പം ഈ കാടിന്റെ ഏതോ ഒരു കാട് ബംഗ്ലാദേശിലെ കാട്. ഞാൻ പറഞ്ഞുതരാം. ലൊക്കേഷൻ നോക്കട്ടെ. നമ്മളിപ്പോ നിക്കണില്ലേ? ഞാൻ കാണുന്ന ആ ബോർഡറിന്റെ അപ്പുറം ഫുള്ള് ബംഗ്ലാദേശാണ്.
ഇറങ്ങുമ്പോഴാണ് കൂടുതൽ റിസ്ക്. ശ്രദ്ധിച്ചിറങ്ങ. നിക്ക്. കുഞ്ഞോട്ടനും നേരത്തെ ഇറങ്ങി ഓടി. കുഞ്ഞോട്ടാ മെല്ലെ പൊക്കോ. കുഞ്ഞോസ് നിക്കൂ, ഒരു മിനിറ്റ് നിക്കൂ. കുഞ്ഞോസ് കുഞ്ഞൂസ് ഇറങ്ങി ഓടി ആദ്യമേ. അതേ പോണ ചാടി പൊളിക്കണ്ട. എല്ലാരും ഇറങ്ങി. ഇത്രയും ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി കയറി വന്നത്. കണ്ടോ, ഒരു ഹൈറ്റിൽ നിന്നാണ് വന്നത്. അടുത്ത് നമ്മൾ ബാലൻസിങ് വന്നിട്ടുള്ളത്. കിത്തനെ ഒരു പാറ മറ്റൊരു പാറേന്റെ മുകളിൽ ബാലൻസ് ആയിട്ട് ബാലൻസ് റോക്ക് എന്ന് പറയണേ. ആ ഒരു ചെറിയ കഷ്ണത്തിലാണ് ഈ വലിയ കഷ്ണം. ഇതിന്റെ അടി കൂടെ നോക്ക്, കുനിഞ്ഞു നോക്ക്. അവിടെ ഇറങ്ങിട്ട് കണ്ടാ, മനസ്സിലായ? അതാണ് പൊട്ടിപ്പോന്നില്ല. അവിടെ നോക്കിയേ. അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മളുള്ളത് ലിവിങ് റൂട്ട് ബ്രിഡ്ജിലാണ്. സോ ഇതിങ്ങനെ രണ്ട് എന്താ പറയാ മരങ്ങളുടെ ഗൈസ്, നമ്മളിപ്പോ ഒരു മരത്തിന്റെ വേരുകളെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ബ്രിഡ്ജ് ആയത്, ഒരു പാലം പോലെ ആയതാണ് കേട്ടോ ഗൈസ്. നമുക്കിത് നമുക്ക് ആസാമിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലിവിങ് റൂട്ട് ബ്രിഡ്ജ് മരത്തിന്റെ വേരുകൾ ഇങ്ങനെ നീളത്തില് രൂപാന്തരപ്പെട്ട് അത് പാലമാരിയാക്കി ലിവിങ് വളർന്നുകൊണ്ടിരിക്കുന്ന റൂട്ട് ബ്രിഡ്ജാണ്. അവിടെ കയറാൻ കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സഹായത്തിന് വടികൾ എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്ക് കൂടെ വെച്ചേക്കുന്നത്. പറയണോ? ഗൈസ്, അപ്പൊ അതാണ് നമ്മുടെ റൂട്ട് ബ്രിഡ്ജ്. നമ്മൾ എത്താൻ വേണ്ടി പോവാണ് അവിടേക്ക്. ഗൈസ്, അപ്പൊ അതാണ് നമ്മുടെ റൂട്ട് ബ്രിഡ്ജ്. വേരുകള് വളർന്നു പോയേക്കണേ. ഇതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രിഡ്ജ്, റൂട്ട് ബ്രിഡ്ജ്. ലിവിങ് റൂട്ട് ബ്രിഡ്ജ് എന്നാ പറയാ. കാരണം ഇതിന്റെ വേരുകള് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. വർഷങ്ങളോളം എടുത്ത് വലുതായി കൊണ്ടാണ് ഇത് ഈ വേര് അപ്പുറം വരെ എത്തിയത്. അതുകൊണ്ടാണ് ഇത് ബ്രിഡ്ജായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇതിന്റെ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എന്താ, ഇത് ഈ മരത്തിന്റെ ഈ ഒരു പ്രത്യേക മരത്തിന്റെ വേരുകളാണ് ഇങ്ങനെ നീണ്ട് ബ്രിഡ്ജായിട്ട് രൂപാന്തരപ്പെട്ടിട്ട് അങ്ങനെ വരുന്നത്. ഇതിന്റെ അടിയിൽ മഴക്കാലൊക്കെ ആണെങ്കിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവും. ഇതൊക്കെ ആളുകൾ നിൽക്കുന്ന സ്ഥലത്തെല്ലാം ഫുള്ള് നല്ല വെള്ളം. ഇപ്പോഴും വെള്ളമുണ്ട്, അത്യാവശ്യം വെള്ളച്ചാട്ടം ഉണ്ട്. എന്നാലും മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് വെള്ളച്ചാട്ടമായിരിക്കും. ഒന്നുകൂടെ രസമായിരിക്കും മേളിൽ നിന്ന് കാണാൻ. ഇതിലെ നമുക്ക് ഇങ്ങനെ തിരിച്ച് പോവാം. നമ്മൾ ഈ വഴിക്കാണ് വന്നത്. ഇതാണ് ബ്രിഡ്ജ്. ഇങ്ങോട്ട് കയറിക്കോ. അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മളുള്ളത് ദൗക്കി ലേക്കിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബോട്ടിങ്ങിന് വന്നതാണ്.
യാ അപ്പൊ നമ്മള് ഈ വെള്ളം ശരിക്കും നല്ല പ്യുവർ ആയിട്ടുള്ള ക്ലീൻ വെള്ളമാണ്, പക്ഷെ ചെളിയായിട്ട് ഇങ്ങനത്തെ കളറായതാണ്. അപ്പൊ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലുള്ള നദിയാണ്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് സാധാരണ ഇവിടെ ഉള്ളത്. ഇപ്പൊ ഫുള്ള് ചളി പിടിച്ചിട്ട് അടി കാണാൻ പറ്റുന്നില്ല. നമുക്ക് വെള്ളത്തിൽ കൂടെ കറങ്ങുമ്പോൾ ബാക്കി കാണാം. ഗൈസ് നമ്മൾ ഈ പിങ്ക് ബോട്ടിലാണ് കയറാൻ പോണത്. മുങ്ങില്ലല്ലോ? മുങ്ങോ? സാധാരണ അടിവശം കാണുന്നു. ഇത് നമ്മളിപ്പോ അടുത്തോണ്ടിരിക്കുന്ന ആ കരയാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ കരയിലേക്കാണ് നമ്മൾ പോണത്. ഈ റിവർ ഇരിക്കുന്നത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ബോർഡറിലാണ്. നമ്മളിങ്ങനെ അവിടുന്ന് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ ഈ സൈഡ് ബംഗ്ലാദേശാണ്, കംപ്ലീറ്റ് സൈഡ് ബംഗ്ലാദേശാണ്. നമ്മളവിടെ ഇറങ്ങുന്നില്ല, കാരണം അവിടെ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങുന്നില്ല. നമ്മളിങ്ങനെ ഈ കര കണ്ടുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. ഇവിടെ മുമ്പ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ്. അതാണ് ഇവിടെ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുകയാണ്. ആഴം കുറഞ്ഞു. അപ്പൊ താഴെ മുട്ടയാണ്, ഫുള്ള് താഴെ കല്ലുകളാണ്. നമ്മളിങ്ങനെ തുഴഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു എൻഡിൽ എത്തിയിട്ടുണ്ട്. ഈ എൻഡിൽ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ തോണി നിർത്തിയിട്ട് ചായ കുടിച്ചിട്ടാണ് പോണത്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. നല്ല രസമുണ്ട് ഇവിടെ. സ്ഥലങ്ങളാണ് നിറയെ ഉരുളൻ കല്ലുകളാണ് ഫുള്ള്. നമ്മൾ മാഗി പറഞ്ഞിട്ട് മാഗി ആളുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നൂഡിൽസ് കിട്ടി. കഴിക്കണേക്ക് മുന്നേ എടുക്കാൻ പറ്റിയില്ല, ഏകദേശം തീരാനായി. നൂഡിൽസ് കാരണം മഴ വരുന്നുണ്ട്. സാധാരണ നമ്മൾ റൂമിലെത്തുമ്പോൾ ലേറ്റ് ആയിട്ടാണ് എത്തുക. പക്ഷെ ഇന്ന് നമുക്ക് കുറച്ചൊക്കെ ഇറങ്ങാണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ വേഗം എത്തിയിരുന്നു. 3 മണിയൊക്കെ ആയിട്ടുള്ളൂ, ഉച്ചയായിട്ടുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇന്ന് റൂമിലെത്തിയപ്പോ റൂം ടൂർ ചെയ്യാൻ സമയമുണ്ട്. സോ നമ്മൾ ഇന്ന് റൂം ടൂർ ചെയ്യാൻ. നല്ല മഴയാണ് ഇവിടെ. ഇവരിവിടെ ഫുഡ് ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ലഞ്ച്. ഇത് ഹോളാണ് ഗൈസ്. കയറി വരുമ്പോ സമയം 3:15. ഇവിടെ ഒരു അടുക്കള ഉണ്ട് ഗൈസ്. കിച്ചൺ. ലൈറ്റ് സ്വിച്ച് ഉണ്ട്, ലൈറ്റ് ഇല്ല. ഇവിടെ 2 റൂമുണ്ട്. ഇത് ആദ്യത്തെ റൂം. ഹായ്. ഈ റൂം ഞങ്ങൾ എടുത്തു. യെസ്. ഇവിടെ നല്ല മഴ ഇടിയായപ്പോ ഞാൻ ഇവിടേക്ക് വന്നതാണ്. ഞാൻ അത്രയും നേരം ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇടി അപ്പുറത്തെ അമ്മയുടെ ചിന്റെ റൂമുണ്ട്.
ഗൈസ് ഈ റൂമാണ് വലിപ്പം കൂടുതലുള്ളത്. സോ അവരിതെടുത്തോട്ടെ. നമുക്കപ്പുറത്ത് TV ഉണ്ടല്ലോ അല്ലെ, അതുകൊണ്ടാണ് അവൾ ആദ്യം അപ്പുറത്തെ റൂം എടുത്തത്. അത് മാത്രല്ല ഗൈസ്, ഞാൻ തറ്റത്ത് ഞാൻ കിടക്കില്ല, ഞാൻ വീഴും. സോ ഇവിടെയാണെങ്കിൽ അത് ഇല്ല, ഉണ്ട്, നീക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ये फिश फ्राई है ना, 100 रुपया फिश फ्राई मतलब कितना पीस है? ये 2 पीस, 2 पीस, और फिश अच्छा फिश है, एक फिश फ्राई. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ വലതുവശത്ത് കമ്പിവേലി കണ്ടോ? ഈ വലതുവശത്ത് കമ്പിവേലിക്ക് അപ്പുറം ബംഗ്ലാദേശ്, ഇടതുഭാഗം ഇന്ത്യ. നമ്മൾ ഇന്ത്യയിൽ കൂടിയാണ് പോണത്. നേരെ മറിച്ച് വലതുവശത്ത് കാണുന്ന കമ്പിവേലി കംപ്ലീറ്റ് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ഒരു വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ട്. നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ തിരിച്ചു പോകും. നമ്മളിപ്പോ ഗുവാഹട്ടിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓൺ ദ വേയിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അതിന്റെ പേര് മൗജിങ്, സോറി വായിക്കാൻ പറ്റില്ല. മൗജിൻ ലാപ്പിഷോണ്ട് അങ്ങനെ ഒരു LAPYNSHONGDOR വ്യൂ പോയിന്റിന്റെ പേരാണ്. ഇവിടെ ഫുൾ കോടയാണ്. അതിന്റെ മലയാളമാണ് കോട, ഇംഗ്ലീഷിൽ മിസ്റ്റ്. തണുക്കുണ്ടോ കുഞ്ഞസ്? നമ്മൾ അടുത്തത് എലിഫന്റ് ഫോൾസിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഭയങ്കര മഴയാണ് ഗൈസ്. ഇന്ന് ഭയങ്കര മഴയും കാറ്റും കോടയും റോഡൊന്നും കാണാണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ട്. सेल्फी हम सब लोग വെള്ളം വീഴുന്നു. ചെളികളാണ് മൊത്തം. ഈ ചെളികളാണ് എലിഫന്റ് ഫോൾസ്. നല്ല രസമല്ലേ? കത്തുകളായിട്ട് ഇങ്ങനെ സെറ്റുകളായിട്ട് വരുന്നു. ഇവിടെന്നോ ഫോട്ടോ എടുക്കാം. ഇത് 3 ഫോൾസ് ആയിട്ടാണ്. അതിൽ ഒരു ഫോളാണ് നമ്മൾ കണ്ടത്. ബാക്കി 2 കൂടി ഉണ്ട്.
ഇതൊക്കെ കയറി വരണ്ടേ? Guys, 4 താറാവുണ്ട് ചെളി വെള്ളത്തിൽ. ആ അത് ഫോട്ടോ അല്ല, വീഡിയോ. നമ്മളടുത്തത് ഉമിയം ലേക്കിലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഇനി നമ്മൾ എവിടേക്കും പോണില്ല. ഇനി ഗുവാഹട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.